അപ്പോൾ നമ്മളിന്നത് കുറച്ച് ഒരു വള്ളം വലിച്ച് കയറ്റി നമ്മളിത് ഈ പാടത്തേക്ക് ഇറക്കാനായിട്ട് വന്നതാണ്. അപ്പം അതിൻ്റെ കുറച്ച് അടിപൊളി കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാടിൻ്റെ മോർണിംഗ് ടൈമും മോർണിംഗ് വൈബും അടിപൊളി കാഴ്ചകളും. ഓക്കെ, ഇത് കണ്ടില്ലേ, വീട് കണ്ടില്ലേ, ഈ തോടിൻ്റെ കരയിൽ ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. തുണിയൊക്കെ അലക്കിട്ടേ നോക്കി ആളുകളൊക്കെ താമസിക്കുന്നത്. നമ്മുടെ വീട് ഇവിടെ നിന്ന് കണ്ടോ, ആ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ വീട്. ഇതാണ് ഒതളങ്ങ, കണ്ടോ. ഇത് കഴിച്ച് എത്ര പേര് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുകൊണ്ട് ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അത് ഭയങ്കര പോയ്സണാണ്. റെയർ ഫുട്ടേജാണ് കേട്ടോ. ഇതൊന്നും നമ്മളങ്ങനെ എടുക്കാതെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് യാദൃശ്ചികമായിട്ട് ഇതിലേ വരുമ്പോൾ നമ്മൾ എടുക്കണം കേട്ടോ. ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ, അടിപൊളിയാണ് കാണാനായിട്ട്. ഇതൊക്കെ നമ്മൾ ക്രിസ്മസിന് കരോൾ കാണിക്കാനും കണി കാണിക്കാനൊക്കെ വരുന്ന റൂട്ടിലാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കളിച്ചിടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. തോട്ടിലൊക്കെ ഇഷ്ടംപോലെ മീനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മീൻ പിടിക്കാൻ അറിയാമെങ്കിൽ ഇറങ്ങി പിടിക്കാം. ഈ വീട്ടിരിക്കുന്ന സ്പോട്ട് നോക്കി, നല്ല അടിപൊളി സ്പോട്ടല്ലേ. സൈലൻ്റ് ഏരിയയാണ്. വേറെ വണ്ടികളുടെ ശബ്ദങ്ങളോ എരമ്പലുകളോ ഹോണടികളോ അലപ്പകളോ ഒന്നുമില്ല. എറണാകുളത്തെ കൊച്ചിയിലൊക്കെ താമസിക്കുന്നവർ ഇത് കണ്ട് കൊതിച്ചോളൂ. ഇവിടെയൊക്കെ വെള്ള മണ്ണ് ഇറക്കി ഇട്ടേക്കുന്നതാണ് കേട്ടോ. വീടിനൊക്കെ വേണ്ടിയിട്ട് ഇറക്കിയിട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ കറുത്ത മണ്ണാണ്. ഇപ്പോൾ വെള്ളമണ്ണ് കായലിൽ നിന്ന് വാരിക്കൊണ്ടുവന്ന് വള്ളത്തെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടേക്കണോ. അതായത് ഈ മുറ്റത്തേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ട്രീ ഹൗസിൻ്റെ വീട് 1 വർഷം മുമ്പ് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ള, പക്ഷേ നമ്മൾ മറന്നു കേട്ടോ. ആ മരത്തിൽ കയറിയിട്ട് ആ വീഡിയോ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത്. ഇത് നമ്മുടെ താറാവിൻ്റെ കൂടാണ്. താറാവിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന ഒരു കൂടാണ്. ഇവിടെ 3-4 പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ അതിനായിട്ട് പോയിരിക്കുകയാണ്. ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ഇതിനെ കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റുന്നതും തീറ്റ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മോർണിംഗ് ആണ്. ഒരു രാവിലത്തെ വൈബ് ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. അത് നമ്മുടെ പതിവ് പോലെ തന്നെ വവ്വാല് കറണ്ട് അടിച്ച് അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. കംപ്ലീറ്റ് തെങ്ങും വാഴയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ നമ്മുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെയാണ്. ഈ തെങ്ങ് നോക്കി നല്ല പണിത് അടിപൊളിയാക്കിയിട്ടാണ് നോക്കിയ ചപ്പ് ചവറെല്ലാം വലിച്ചു കളഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പുതിയ തേങ്ങയൊക്കെ പിടിച്ചു വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഓലയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നോക്കി കപ്പയിട്ട് വെച്ചാണ് നോക്കി. നമ്മളന്ന് കപ്പ പറിക്കാൻ പോയില്ലേ, അതുപോലെ തന്നെ പാടത്തിൻ്റെ സൈഡിലായിട്ട് ഇവിടെ വെള്ളം കയറിയില്ല കേട്ടോ. കപ്പയിട്ട് വെച്ചാൽ കാഴ്ച നോക്കി. ഈ അടുത്തിടെ അങ്ങോട്ട് ഇട്ടോളൂ. അപ്പോൾ അത് നോക്കി നമ്മൾ പറഞ്ഞ വള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ വള്ളം തോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തോട്ടിൽ നിന്ന് ഇത് വലിച്ച് കരക്ക് കയറ്റി നേരെ നമ്മുടെ പാടത്തേക്ക് ഇറക്കുകയാണ്. പാടത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പാടത്തുള്ള പണികൾക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വള്ളം. അത്യാവശ്യം വലിപ്പമുള്ള വള്ളമാണ്. അപ്പോൾ കുറച്ച് ആളുകൾ കൂടി നിന്ന് വലിച്ചാൽ മാത്രമാണ് ഈ ഒരു വള്ളം നമുക്ക് കരക്കേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള വള്ളമാണ്, നല്ല വലിയ വള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 പേരെങ്കിലും ഒരുമിച്ച് പിടിച്ച് ബലത്തിൽ കയറ്റിയാലേ ഉള്ളൂ ഈ സാധനം നമുക്ക് വലിച്ച് കരക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. നല്ല നാടൻ വില്ലേജ് കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇത് വലിച്ച് കരക്ക് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ മറ്റ് പോറലുകളോ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഓലമടലുകളെല്ലാം തന്നെ നമ്മൾ വെട്ടി നിരത്തുവാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വലിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ സ്ലിപ്പായി അങ്ങ് കയറിപ്പോക്കോളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് തീർന്നിരിക്കുന്ന സാധനം അത് വള്ളം ഒന്നും കയറി ഒന്നും മുട്ടുമ്പോൾ തന്നെ സാധനം ഒടിഞ്ഞു പോകും. കല്ല് പോണ തോർത്തെടുത്ത് കൂട്ടേണ കൊണ്ട് താഴെ പൊക്കിത്തരാ
ഫോണെടുത്ത് മാറ്റാനൊക്കെ 2 പ്രാവശ്യം പറയുന്നുണ്ട്. എന്നാലും നമുക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ നൈസായിട്ടൊക്കെ കാണിച്ച് നമ്മൾ മറന്ന് വീണ്ടും നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇപ്പോൾ അത് വലിച്ച് കയറ്റുന്നവരൊക്കെ തന്നെ മതി. കരക്കോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടൊന്നുമില്ല. മടൽ വെച്ചിട്ട് തള്ളി കഴിയുമ്പോഴത്തേക്കും സ്ലിപ്പായിട്ട് സാധനം ഈസി ആയിട്ട് അങ്ങ് ഇറങ്ങിക്കോളും. മറ്റൊന്നുമല്ല, ഞാനിത് വീഡിയോ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ആരും ഇത് കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇത്തരം സിറ്റുവേഷനുകളും നല്ല മൊമെൻറ്റും നല്ല ഒരു മോർണിംഗ് വൈബും കാര്യങ്ങളും കാഴ്ചകളൊക്കെ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ നോർത്ത് ഇന്ത്യൻ യാത്രകളൊക്കെ പോയിട്ട് ഇപ്പം ഒരുപാട് നാളുകളായി. യാത്രകൾ പോകാനായിട്ട് പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഇതുപോലുള്ള നാട്ടിൻപുറം വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടി ഇവരുടെ കൂടെ ഇവരുടെ സംസാരമൊക്കെ കേട്ട് നിൽക്കാനൊക്കെ നല്ലൊരു രസമാണ് കേട്ടോ. മുഴുവനായിട്ടൊന്നും വീഡിയോ ആയിട്ട് ചിത്രീകരിക്കാൻ സാധിക്കില്ല. കുറേ സെൻസർ ബോർഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെയാണ് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു ചെറിയ കാര്യം വന്നാൽ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി സഹകരിച്ചൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. യാത്രാ വീഡിയോകളൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള രസകരമായ നാടൻ വീഡിയോകളൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോ വീഡിയോയും ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്ന പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ രസകരമായിട്ടുള്ള നാടൻ കാഴ്ചകളൊക്കെയുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. രസകരമായ വീഡിയോകളും വൈബ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ബൈ.